ചെയ്യുന്ന പരിശുദ്ധവും പാപരഹിതവുമായ വായുവിലൂടെയും മലകളിലൂടെയും ഫലവൃക്ഷാദികൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെയും നദികളിലൂടെയും തടാകങ്ങളിലൂടെയും അദ്ദേഹം അനുസ്യൂതം യാത്ര ചെയ്തു. അങ്ങനെ അദ്ദേഹം തീർത്ഥാടനത്തിൽ പുരോഗതി കൈവരിച്ചു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കീജയ. ഭഗവാന്റെ ആർച്ചാരൂപങ്ങളെ നിരീശ്വരവാദികൾ വെറും പ്രതിമകളായി പരിഗണിച്ചേക്കാം. എന്നാൽ വിദുരരെ പോലെ ഉള്ളവരും ഭഗവാന്റെ മറ്റനേകം സേവകരും അത് കാര്യമാക്കാറില്ല. ഭഗവത് വിഗ്രഹങ്ങളെ ഇവിടെ അനന്തലിംഗ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അളവില്ലാത്ത ശക്തി ഭഗവാന്റെ വിഗ്രഹങ്ങൾക്കും ഉണ്ട്. ഭഗവാൻ വ്യക്തിഗത രൂപത്തിന്റെയും വിഗ്രഹ രൂപത്തിന്റെയും ശക്തികൾക്കും ഭഗവാന്റെ വ്യക്തിഗത രൂപത്തിന്റെയും വിഗ്രഹ രൂപത്തിന്റെയും ശക്തികൾക്ക് തമ്മിൽ ഒരന്തരവുമില്ല. തപാൽ ഓഫീസും തപാൽ പെട്ടിയും ഇവിടെ ഉദാഹരണമാക്കാം. തപാൽ സമ്പ്രദായത്തിന്റെ പൊതുവായ പ്രവർത്തനത്തിൽ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്ന കൊച്ചു തപാൽ പെട്ടിക്കും പ്രാധാന്യമുണ്ട്. തപാൽ ഉരുപ്പടികൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കുകയാണ് തപാൽ ഓഫീസുകളുടെ കൃത്യം. പൊതു തപാൽ ഓഫീസിന്റെ അംഗീകാരമുള്ള തപാൽ പെട്ടികളിൽ ഇടുന്ന കത്തുകൾ എത്തേണ്ടിടത്ത് എത്തപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ ആർച്ചാമൂർത്തികളിൽ അർപ്പിക്കപ്പെടുന്ന അർച്ചനകൾ അപരിമേയമായ ശക്തിയുള്ള ഭഗവാന്റെ വ്യക്തിഗത രൂപത്തിൽ എത്തിക്കാൻ അവയ്ക്ക് കഴിയും. അതുകൊണ്ട് വിദുരർ വിഭിന്ന രൂപങ്ങളിലുള്ള കൃഷ്ണന്റെ ആർച്ചാമൂർത്തികളിൽ കൃഷ്ണനെ അല്ലാതെ മറ്റൊന്നുമല്ല കണ്ടത്. ഒടുവിൽ അദ്ദേഹത്തിന് കൃഷ്ണനെ തന്നെ സാക്ഷാത്കരിക്കുവാൻ കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ശ്ലോകം 19. ഗാംപര്യയഡ്യൻ മേധ വിവിക്ത വൃത്തി സദാ പ്ലുതോക്ത ശയനോവധൂത അലക്ഷിത സ്വൈരവധൂതവേഷോ വൃതാനി ചേരേ ഹരിതോഷണാനി. ഗാംപര്യടന്മേദ്യ വിവിക്ത വൃത്തി സദാ പ്ലുതോഷോദ ശയനോവധൂതഃ അലക്ഷിത സ്വൈരവധൂതവേഷോ വ്രതാനി ചേരേ ഹരിതോഷണാനി. ഗാം ഭൂമി, പര്യടൻ സഞ്ചരിക്കുന്ന, മേധ്യ പരിശുദ്ധം, വിവിക്ത വൃത്തി ജീവസന്ധാരണത്തിനുള്ള സ്വതന്ത്രമായ തൊഴിൽ, സദാ എല്ലായ്പ്പോഴും, അപ്ലുത പവിത്രീകരിക്കപ്പെട്ട, അധഃ ഭൂമിയിൽ, ശയന കിടക്കുക, അവധൂത ശരിയായ വസ്ത്രം ധരിക്കാതെയും മുടി വെട്ടി ഒതുക്കാതെയും താടി വഴിക്കാതെയും മറ്റും. അലക്ഷിത അലക്ഷനായി, സ്വയഹ തനിച്ച്, അവധൂത വേഷ ഭ്രാന്തന്റെ പോലെയുള്ള വേഷത്തിൽ, വ്രതാനി വ്രതങ്ങൾ, ചേരെ അനുഷ്ഠിച്ചു, ഹരിതോഷണാനി അത് ഭഗവാനെ സന്തുഷ്ടനാക്കി, വിവർത്തനം അങ്ങനെ ലോകസഞ്ചാരം നടത്തുമ്പോഴും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വിഷ്ണുവിനെ സംതൃപ്തനാക്കുന്നതിന് വേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നു. ജീവസന്ധാരണത്തിനുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിശുദ്ധവും സ്വതന്ത്രവുമായിരുന്നു. വസ്ത്രധാരണത്തിൽ ശ്രദ്ധയില്ലാതെ മുടിയും താടിയും നീട്ടി ശയിക്കാൻ ഒരു കിടക്ക പോലും ഇല്ലാതെ അലഞ്ഞു നടന്ന അദ്ദേഹത്തെ തീർത്ഥസ്ഥാനങ്ങളിലെ സ്നാനങ്ങൾ ആത്മവിശുദ്ധിയിലേക്ക് കൂടുതൽ ഉയർത്തി. ബന്ധുജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനോ അദ്ദേഹം എവിടെയാണെന്ന് അറിയുവാനോ കഴിഞ്ഞില്ല. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കീജയ. ഭഗവാൻ വിഷ്ണുവിനെ സംതൃപ്തനാക്കുക എന്നതാണ് ഒരു തീർത്ഥാടകന്റെ പരമപ്രധാനമായ ധർമ്മം. ഒരുവൻ തീർത്ഥാടകനായി യാത്ര ചെയ്യുന്നതിനിടയിൽ സമൂഹത്തെ പ്രീതിപ്പെടുത്തുന്നതിനെ പറ്റി ആകുലപ്പെടരുത്. സാമൂഹിക ഉപചാരങ്ങളോ വസ്ത്രധാരണമോ തൊഴിലോ ഒന്നും തന്നെ തീർത്ഥാടകൻ ഗൗനിക്കേണ്ടതില്ല. അയാൾ എല്ലായ്പ്പോഴും ഈശ്വരനെ പ്രീതിപ്പെടുത്തുവാനുള്ള ധർമ്മങ്ങളിൽ മുഴുകിയിരിക്കണം. അങ്ങനെ ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും വിശുദ്ധീകരിക്കപ്പെട്ട് ഒരുവന് തീർത്ഥയാത്ര എന്ന പ്രക്രിയ വഴി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ മാതാജി.
ഹരേ കൃഷ്ണ മാതാജി. ഇതിൽ നിന്ന് മാതാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മനസ്സിലായത്? മാതാജിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ പറയും മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ എനിക്ക് തോന്നുന്നു മാതാജി വിതുരരെ കുറിച്ചാണോ മാതാജി ഇതിനകത്ത് പറഞ്ഞു വരുന്നത്? അതെ, വിദ്യയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, അദ്ദേഹം പിന്നെ അദ്ദേഹം അയോധ്യ, ദ്വാരക, മധുര തീർത്ഥാടനത്തിന് പോകുന്ന അതിനെ കുറിച്ചാണ് പറയുന്നത്. പല പല സ്ഥലങ്ങളിൽ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ അദ്ദേഹം പരിശുദ്ധവും പല പല പ്രദേശങ്ങളിലും മലകൾ, പർവ്വതങ്ങൾ, പിന്നെ പല വൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലങ്ങൾ, തടാകങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ അദ്ദേഹം പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പിന്നെ അതുപോലെ പറയുന്നുണ്ട് ഭഗവാന്റെ ആർച്ച രൂപങ്ങളുടെ അദ്ദേഹം ഭഗവാന്റെ പല പല ആർച്ച രൂപങ്ങള് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ്. കൃഷ്ണന്റെ ആർച്ച മൂർത്തികളിൽ കൃഷ്ണനല്ലാതെ മറ്റൊന്നുമല്ല അദ്ദേഹം കണ്ടത്. അദ്ദേഹം കൃഷ്ണനെ തന്നെ സദാ സ്മരിച്ചുകൊണ്ട് ഈ നടന്നുകൊണ്ടേയിരുന്നു പല പല സ്ഥലങ്ങളിലൂടെ. പിന്നെ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അദ്ദേഹം സ്വന്തം കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെ കുറിച്ച് ഒരു പിന്നെ തീർത്ഥാടകൻ എങ്ങനെ വേണം എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അദ്ദേഹം ലോകസഞ്ചാരം നടത്തുമ്പോഴൊക്കെ ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പിന്നെ വസ്ത്രം നല്ലതുപോലെ ധരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയും പിന്നെ മുടിയും താടിയും ഒക്കെ നീട്ടി വെള്ളത്തിൽ കിടക്കാനോ ഒക്കെയുള്ള ഒന്നും ശ്രദ്ധിക്കാതെ തന്റെ ബന്ധുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ ബന്ധുജനങ്ങളെ കുറിച്ച് കാണുവാനോ അവരെ കുറിച്ച് ചിന്തിക്കാൻ പോലുള്ള സമയമില്ലാതെ അദ്ദേഹം അങ്ങനെ ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തീർത്ഥാടനം നടത്തി. അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ സാക്ഷാത്കാരം അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ഭഗവത് സാക്ഷാത്കാരം നേടാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോ ഹരേ കൃഷ്ണ. ആണോ എന്ന് മാതാജിക്ക് എനിക്ക് സംശയമുണ്ടായിരുന്നു അല്ലെ? വിതുരരെ കുറിച്ചാണോ പറയുന്നത്? വിതുരരാണ് കൊട്ടാരം വിട്ട് ഇറങ്ങിയത്. അപ്പൊ പിന്നീട് വിതുരർ ചൂസ് ചെയ്ത പാത എന്ന് പറയുന്നത് എന്തായിരുന്നു? അദ്ദേഹം ആ ഒരു രാജപദവി ഉപയോഗിച്ച് അദ്ദേഹം ദാസിപുത്രനാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, ഭാവാർത്ഥത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാസിപുത്രനാണെങ്കിലും രാജാവിന്റെ മക്കളായതുകൊണ്ട് തന്നെ അവർക്ക് രാജകൊട്ടാരത്തിൽ അതിൻ്റെതായ പദവികൾ കൊടുത്തിരുന്നു അല്ലെ? അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുത്തിരുന്നു. അവരെ അത്രത്തോളം മറ്റുള്ളവർ എന്താ പറയാ, മറ്റുള്ളവർ അത്രത്തോളം ബഹുമാനിച്ചിരുന്നില്ല. ഇപ്പോ ദുര്യോധനൻ എങ്ങനെയായിരുന്നു വിതുരരോട് പെരുമാറിയിരുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റുള്ളവർ അവരെ ദാസ്യപുത്രന്മാരെ അത്രത്തോളം ഗൗനിച്ചിരുന്നില്ല, അത്രയ്ക്ക് ഗൗരവം അവർക്ക് മര്യാദ കൊടുത്തിരുന്നില്ല എങ്കിൽ പോലും അവർക്ക് ആ ഒരു പൊസിഷൻ അവിടെ ഉണ്ടായിരുന്നു, പദവികൾ ഉണ്ടായിരുന്നു. ആ പദവികൾ അപ്പോൾ മറ്റുള്ള ജനങ്ങൾ അവരെ ആരാധിക്കുകയോ അല്ലെങ്കിൽ ബഹുമാനിക്കുകയോ ചെയ്തിരുന്നു. പക്ഷെ ഇതൊക്കെയും ഉപേക്ഷിച്ചുകൊണ്ട്, എല്ലാമേ ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. നമുക്കിപ്പോ ഒരു പദവി ഉണ്ടെങ്കിൽ ആ പദവിയിൽ നിന്ന് നമ്മൾ ആരെങ്കിലും തരം താഴ്ത്തപ്പെട്ടാലും ആ പദവി എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് അറിയാത്ത ആളുകളാണെങ്കിൽ അവരോട് അത് ഉറപ്പായി എനിക്ക് ആ പദവിയൊന്നും ഇല്ല എന്ന് പറയാനായിട്ട് നമ്മൾ തയ്യാറാവില്ല. നമ്മൾ ആ പഴയ പദവിയുടെ ആ ഒരു ഹുങ്ക് കാണിച്ചുകൊണ്ടായിരിക്കും മറ്റുള്ളവരോട് ഇടപെടുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റെസ്പെക്ട് കിട്ടും. ഞാൻ എന്തോ ആണ് എന്നുള്ളൊരു ഭാവത്തിൽ ഞാൻ പോകുമ്പോൾ ആ ഒരു റെസ്പെക്ട് എനിക്ക് കിട്ടും എന്നുള്ളൊരു ധാരണ മറ്റുള്ളവർക്ക് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ ശ്ലോകങ്ങളിൽ ഇത്രത്തോളം ഹമ്പിളാണ് വിതുരർ എന്നുള്ളതും അദ്ദേഹം എത്രത്തോളം മെറ്റീരിയലി ഡിറ്റാച്ച്ഡ് ആണ് എന്നുള്ളതും പറയുന്നു. ആ ഒരു ഭൗതികമായ ഒരു സ്ഥാനമാനങ്ങളിലും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. ആ ഭൗതിക സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതൊരു ടൂളായിട്ട് നമുക്ക് പറയാം, ആ ഒരു ഭൗതിക സ്ഥാനമാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം പറ്റാനായി അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹം ഒരു അവധൂതനെ പോലെയാണ് നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തെല്ലാം ഭഗവാന്റെ ധാമങ്ങളായിട്ടുള്ള അയോധ്യ, മധുര, ദ്വാരക അങ്ങനെയൊക്കെയുള്ള ഭഗവാന്റെ ധാമങ്ങൾ, അതെല്ലാം ഭഗവാന്റെ പാദ അരവിന്ദങ്ങളാണ് എന്ന് മുന്നേ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു അല്ലെ? അപ്പോ അവിടെയെല്ലാം സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹം സതതം കീർത്തയന്തോ മാം, ഏതൊരു സമയവും ഒരു കുറച്ചു പോലും ഗ്യാപ്പില്ല, എല്ലാ സമയത്തും അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ടും ഭഗവാനുള്ള ഭക്തുത സേവനം ചെയ്തുകൊണ്ടുമാണ് അദ്ദേഹം സഞ്ചരിച്ചത്. ഇപ്പോ ഇവിടെ ഒരു ലാസ്റ്റ് ആ ഒരു പർപ്പോട്ടിലെ ലാസ്റ്റ് ലൈനിന്റെ ആർച്ച് ഓഫ് ഹോംസിന്റെ കാര്യം പറയുന്നുണ്ട്, ആർച്ച് വിഗ്രഹങ്ങളുടെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ ഉപമ പറയുന്നുണ്ട്. ആ ഒരു അനാളജിയില്
പോസ്റ്റ് ബോക്സിന്റെ കാര്യം പറയുന്നുണ്ട്. പോസ്റ്റ് ബോക്സ് നമുക്ക് ഇത് ഭഗവത്ഗീതയിലും സെയിം അനാളജി തന്നിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഉപമ എന്ന് പറയുന്നത്. അത് പോസ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം ചിലയിടത്തൊക്കെയും ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു പെട്ടി വെച്ചിട്ടുണ്ട് അല്ലെ. അടുത്ത തലമുറയ്ക്ക് ഇനി അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇപ്പൊ വലിയ ഉപയോഗമൊന്നുമില്ല അതുകൊണ്ട്. അപ്പോ ഇപ്പോ നമ്മൾക്ക് പറഞ്ഞാലും മനസ്സിലാവും, ആ ചുവന്ന നിറത്തിലുള്ള പിൻകോഡ് എഴുതിയ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്. ഈ പെട്ടിയില് നമ്മൾ ലെറ്റർ കൊണ്ടിട്ടാൽ അത് പോസ്റ്റ്മാൻ വന്ന് എടുത്തിട്ട് പോകും അല്ലെ. പക്ഷെ നമ്മൾ അതിന്റെ അടുത്തിരിക്കുന്ന വേറെ ഏതെങ്കിലും നല്ല ഭംഗിയുള്ള പെട്ടിയിൽ കൊണ്ടിട്ടാലോ അത് പോസ്റ്റ്മാൻ എടുക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഏതാണോ ആ പെട്ടി അതിൽ തന്നെ ലെറ്റർ കൊണ്ടിടണം. ആ റെഡ് കളറിൽ പിൻകോഡൊക്കെ എഴുതി പോസ്റ്റ്മാൻ വന്ന് എടുക്കുന്ന അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പെട്ടിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ ആ ലെറ്റർ നിക്ഷേപിക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെറ്റർ എത്തേണ്ടിടത്ത് എത്തില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഉപമ എന്ന് പറഞ്ഞാല് നമ്മൾ യഥാർത്ഥ ഒരു ആരാധന ചെയ്യേണ്ടത് ഏത് ആർച്ച വിഗ്രഹത്തിലാണ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏത് ആർച്ച വിഗ്രഹത്തിലാണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആർച്ച വിഗ്രഹത്തിന്മേൽ വേണം നമ്മൾ ആരാധന നടത്തേണ്ടത്. അല്ലാതെ പല പല ആരാധനാ വിഗ്രഹങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ നമ്മൾ അടുത്തുള്ള ഭംഗിയുള്ള അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവിടെ എല്ലാം പോയി പ്രാർത്ഥിച്ചു എന്ന് വെച്ചിട്ട് ആ ആരാധന കൃത്യമാകണമെന്നില്ല. അവിടെ എല്ലാ ബോക്സിലും വന്ന് പോസ്റ്റ്മാൻ അവിടെ നിന്നെല്ലാം ഈ ഒരു ലെറ്റർ എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോ ഒരു അബദ്ധത്തിലാണ് അതിൽ കൊണ്ടിട്ടത് എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ പോസ്റ്റ്മാൻ പറയും എനിക്ക് പറ്റില്ല, എനിക്ക് അതിനുള്ള ആവശ്യമില്ല, എന്റെ അധികാരം ഇതാണ്, എന്റെ കയ്യിൽ ചാവിയുണ്ട്, ഈ ചാവി ഇട്ട് തുറന്ന് ഞാൻ ഈ പെട്ടിയിലുള്ള ലെറ്റർ എടുക്കുകയുള്ളൂ എന്നാര് പറയും? പോസ്റ്റ്മാൻ പറയും അല്ലെ. അപ്പൊ മറ്റേ പെട്ടിയുടെ അകത്ത് പോയത് എന്തായി? അത് അവിടെ കിടക്കും, അത് എത്തേണ്ടടുത്ത് എത്തില്ല. അപ്പൊ നമ്മുടെ ആരാധന എന്ന് പറയുന്നത് അത് സാക്ഷാൽ ഭഗവാനുള്ളതാണ്. അത് ആ ഒരു ഭഗവാന് വേണം നമ്മൾ സമർപ്പിക്കേണ്ടത്. ആർച്ച വിഗ്രഹം വേണം നമ്മൾ ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നീട് എന്താണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്? ശയന ആ ഒരു വിതുരർ എവിടെയാണ് ശയിച്ചത്? ഭൂമിയിലാണ് അല്ലെ. ഗാം എന്നാണ് വന്നത്, ഭൂമിയിലാണ് ശയിച്ചത്. പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈൽ ഒന്നും അദ്ദേഹം കാണിച്ചിരുന്നില്ല. അദ്ദേഹം മന്ത്രി പദവിയിലൊക്കെ ഇരുന്ന ആളാണെന്ന് കരുതിയിട്ട് അതിൻ്റെതായ ഒരു മര്യാദയും അദ്ദേഹം എടുത്തിരുന്നില്ല. അദ്ദേഹം അതിൻ്റെതായ ഒരു സ്ഥാനമാനങ്ങളും എടുത്തില്ല. പോകുന്ന വഴിയിൽ നല്ല വൃത്തിയായിട്ട് അണിഞ്ഞു ഒരുങ്ങി ഞാൻ മന്ത്രിയാണ് എന്ന് അറിയുന്ന രീതിയിൽ നടന്നാൽ ആളുകളെല്ലാം എന്നെ റെസ്പെക്ട് ചെയ്യും. എല്ലാ വീടുകളിലും ചെന്നാൽ ആ മന്ത്രിയാണല്ലോ വന്നിരിക്കുന്നത്, അദ്ദേഹം ഏത് പൊസിഷനാണോ ഇരുന്നത് ആ പൊസിഷൻ. ഇവിടെ മന്ത്രിനെ ഞാൻ എക്സാമ്പിളായിട്ട് പറയാണ്. അപ്പോ എന്തായാലും അദ്ദേഹം രാജകൊട്ടാരത്തിൽ നിന്നുള്ള വ്യക്തിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ആളുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ അതുപോലെ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യും. ആ റെസ്പെക്ട് അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം മുഷിഞ്ഞ വസ്ത്രം, മുഷിഞ്ഞ രീതിയില് അലങ്കോലപ്പെട്ട മുടിയുമായിട്ട് തറയിൽ ഉറങ്ങി അത്രയും സിമ്പിൾ ആയിട്ട് ഇത്രയും വലിയൊരു പൊസിഷനിൽ നിന്നും വലിച്ചെടുത്ത് താഴേക്ക് ഇടുക അല്ലെ, പുറത്തേക്കാക്കുക. എത്രത്തോളം നമുക്ക് മനസ്സിന് വേദന ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തെ അത് അലട്ടിയതേ ഇല്ല. സ്ഥാനമാനങ്ങളിൽ നിന്നുള്ള അതൊരു അവസരമാക്കി കണ്ടുകൊണ്ട് അദ്ദേഹം അതിനെ ആ ഭക്തിയുത സേവനത്തിലേക്ക് പെട്ടെന്ന് തന്നെ പ്രവേശിക്കാൻ എനിക്ക് ഭഗവാൻ ഒരു അവസരം തന്നു എന്ന് പോസിറ്റീവായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം തറയിൽ ഉറങ്ങുകയും മുടിയൊന്നും കൂത്താനോ ചീപ്പാനോ ഒന്നുമേ ഒതുക്കി വെക്കാനോ സ്റ്റൈലാക്കാനോ ഒന്നുമേ നിൽക്കാതെ അദ്ദേഹം ഇപ്പൊ ഗംഗയിലാണ് മുങ്ങുന്നതെങ്കിൽ ആ ഗംഗയിൽ മുങ്ങി അതിനെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? തോർത്തുകൊണ്ട് തുടച്ചൊക്കെ മാറ്റും അല്ലെ. അദ്ദേഹം ആ വെള്ളം ശരീരത്തെ തന്നെ വഹിച്ചുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നവരെയും അങ്ങനെയും പോയിരുന്നു. ഭഗവാന്റെ ചക്രവും ഭഗവാന്റെ ആർച്ചവിഗ്രഹവും ഒക്കെയും നമസ്കരിച്ചുകൊണ്ട് ഭൂമിയിൽ പ്രദക്ഷിണം ചെയ്യേണ്ടടുത്ത് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ശയനം ചെയ്യേണ്ടടുത്ത് ശയനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഭഗവാനെ ആരാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ അലക്ഷ്യത എന്ന് പറഞ്ഞാല് അലക്ഷ്യത എന്നുള്ള വാക്ക് രണ്ടാമത്തെ ശ്ലോകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മറ്റുള്ളവർ അദ്ദേഹം രാജകൊട്ടാരത്തിൽ നിന്നുള്ള വ്യക്തിയാണ് എന്ന് തിരിച്ചറിയാത്ത വിധമാണ് അദ്ദേഹം നടന്നത്. വേഷപ്രച്ഛന്നനായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ബാഹ്യമായ രൂപത്തിൽ ശ്രദ്ധ ചെലുത്തിയില്ല. അത്രയ്ക്ക് അങ്ങനെ ബാഹ്യമായ രൂപത്തില് ശ്രദ്ധ ചെലുത്താതെ നടത്തുന്നവരാണ് അവധൂതന്മാരെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്വൈരാവധൂത എന്നൊരിത് പറയുന്നുണ്ട്. സ്വൈരവധൂത എന്നല്ല, സ്വൈരവധു എന്നല്ല, സ്വൈര അവധൂത എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു അവധൂതനെ പോലെ അദ്ദേഹം ഒരു ഭക്തനായിട്ട്
ഭഗവാനെ മാത്രം നമസ്കരിച്ചുകൊണ്ട്, ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ആ ഒരു പിൽഗ്രിമേജ് അദ്ദേഹം പൂർത്തിയാക്കുകയാണ്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിക്കുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഹരേ കൃഷ്ണ. പുരേഷു പുണ്യോപവനാദ്രികുഞ്ജേശഭംഗതോ യേഷു സരിത്സരസ്സു അനന്തലിംഗൈ സമലങ്കൃതേഷു ചചാരതീർത്ഥായതനേശനന്യഃ ഗാം പര്യടന്മേദ്യ വിവിക്തവൃത്തിഃ സദാ പ്ലുതോദശയനോവധൂതഃ അലക്ഷിതസ്വൈ അവധൂതവേഷോ വ്രതാനി ചേരേ ഹരിതോഷണാനി. ഹരേ കൃഷ്ണ മാതാജി. ശേഷം ഇപ്പോൾ ലോസ് ഏഞ്ചൽസിൽ മാറ്റാൻ തുടങ്ങുകയാണ്. അവിടെ രാധാവല്ലഭൻ എന്ന ഭക്തനായിരിക്കും പ്രൊഡക്ഷൻ മാനേജർ. BBT സൂപ്പർവൈസറായ രാമേശ്വരന് പ്രസിന്റെ പ്രവർത്തനത്തിന്റെ മേൽനോട്ടം കൂടുതൽ ഫലപ്രദമായി നിർവഹിക്കാനും കഴിയും. ചൈതന്യ ചരിതത്തിന്റെ പ്രസിദ്ധീകരണത്തിലുണ്ടായ കാലതാമസത്തെ പറ്റി അറിയാതിരുന്ന രാമേശ്വരൻ ഇപ്പോൾ വൃന്ദാവനത്തിൽ വെച്ചാണ് ആ വസ്തുത മനസ്സിലാക്കിയത്. താൻ ഉടൻ തന്നെ ലോസ് ഏഞ്ചൽസിൽ പ്രസ് ക്രമീകരിച്ച് ചൈതന്യ ചരിതാമൃതത്തിന്റെ പ്രസിദ്ധീകരണം ആരംഭിക്കുമെന്ന് രാമേശ്വരൻ ഏറ്റു. പ്രഭുപാദർ 1973 1974 18 മാസം കൊണ്ട് ചൈതന്യ ചരിതാമൃതത്തിന്റെ എല്ലാ വാല്യങ്ങളും എഴുതി തീർത്തു എന്നത് ഒരു ആശ്ചര്യകരമായ നേട്ടമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ആ മാസങ്ങളിൽ തന്നെ അദ്ദേഹം തുടരെ യാത്ര ആയതുകൊണ്ട് മാനേജ്മെന്റ് സംബന്ധിച്ച പല കാര്യങ്ങളിലും തീവ്രമായി വ്യാപരിക്കുകയും ചെയ്തിരുന്നു. ഔദ്യോഗിക സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചു പോയ പല നേതൃസ്ഥാനീയരെയും സംബന്ധിച്ച് ഒട്ടേറെ സുപ്രധാനമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. കൂടാതെ അദ്ദേഹം ഇന്ത്യയിലെ GBCയുടെ കർത്തവ്യങ്ങൾ സ്വയം നിർവഹിക്കുകയും ഇസ്കോണിന്റെ മറ്റു കർത്തൃത്വപരങ്ങളായ കൃത്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു. വൻതോതിൽ വരുന്ന കത്തുകൾക്ക് പതിവായി മറുപടി എഴുതുകയും മറ്റും ചെയ്യുക, ദിവസം തോറും അതിഥികളുമായി സംഭാഷണം നടത്തുക, പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഭഗവത് പ്രഭാഷണം നടത്തുക എന്നീ ജോലികൾക്കും പുറമെ അദ്ദേഹം ഒട്ടനവധി BBT വായ്പകൾ അനുവദിക്കുകയും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഇസ്കോണിന്റെ വികസന പദ്ധതികൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന് എഴുതാൻ ലഭിച്ചിരുന്നത് വെളുപ്പിന് ഒരു മണിക്ക് എഴുന്നേൽക്കുമ്പോഴുള്ള സമയം മാത്രമായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും മുടങ്ങാതെ 2-3 മണിക്കൂർ ഈ ജോലി ചെയ്തിരുന്നു. ലോസ് ഏഞ്ചൽസ് ജൂൺ 20 1975. ലോസ് ഏഞ്ചൽസിൽ എത്തിയപ്പോൾ പ്രഭുപാദർക്ക് ആവേശഭരിതമായ വരവേൽപ്പാണ് ലഭിച്ചത്. അദ്ദേഹത്തോടൊപ്പം കീർത്താനന്ദ സ്വാമി, വിഷ്ണുജന സ്വാമി, ബ്രഹ്മാനന്ദ സ്വാമി, തമാലകൃഷ്ണ ഗോസ്വാമി മുതലായ പ്രമുഖ സന്യാസിമാരും GBC സെക്രട്ടറിമാരും ഉണ്ടായിരുന്നു. പിന്നീട് തന്റെ മുറിയിൽ ഇസ്കോണിൽ ഉണ്ടായിരുന്നതിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന്, അതായത് അച്ചടിക്കാതെ അവശേഷിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിച്ചു. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ അല്പം മനോവിഷമം തോന്നി. എന്നാൽ അതേപ്പറ്റി വളരെ കുറച്ചേ സംസാരിച്ചുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് ആ ക്ഷേത്രവും രുക്മിണി താരകാധീശ മൂർത്തികളും കാണുന്നതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ഹ്രസ്വമായ ആഗമന പ്രഭാഷണത്തിൽ എന്തുകൊണ്ടാണ് ശിഷ്യന്മാരെ തന്റെ പുസ്തകങ്ങൾ അച്ചടിച്ചിറക്കുവാൻ നിർബന്ധിക്കുന്നതെന്ന് വിശദമാക്കിയിരുന്നു. സമൃദ്ധമായി കുഷൻ പിടിപ്പിച്ച വ്യാസാസനത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് വ്യക്തിപരമായ യോഗ്യതകളൊന്നുമില്ല. ഞാൻ എൻ്റെ ഗുരുവിന്റെ ആഗ്രഹം നിറവേറ്റുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് പണം ലഭിച്ചാൽ പുസ്തകങ്ങൾ അച്ചടിച്ചിറക്കുക എന്ന് എൻ്റെ ഗുരുമഹാരാജാവ് എന്നോട് പറഞ്ഞിരുന്നു. അത് ഒരു സ്വകാര്യ സമ്മേളനവും സംഭാഷണവുമായിരുന്നു. എൻ്റെ ആധ്യാത്മിക ഭ്രാതാക്കളിൽ പ്രധാനികളായ ചിലരും അവിടെ ഉണ്ടായിരുന്നു.
രാധാകുണ്ടിൽ വെച്ചാണ് അത് നടന്നത്. ഗുരു മഹാരാജാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഈ ബാഗ് ബാസാർ ക്ഷേത്രം ഉണ്ടായതിനു ശേഷം ഒട്ടേറെ ആന്തരിക മത്സരങ്ങൾ സംജാതമായിട്ടുണ്ട്. ഈ മുറി ആർക്ക് വേണം, ആ മുറി ആർക്ക് വേണം എന്നൊക്കെയാണ് ഓരോരുത്തരുടെയും ചിന്ത. അതുകൊണ്ട് ഈ ക്ഷേത്രവും മാർബിളും വിറ്റ് കുറെ പുസ്തകങ്ങൾ അച്ചടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് പുസ്തകങ്ങളോട് വളരെ വളരെ പ്രിയമാണെന്ന് അദ്ദേഹത്തിന്റെ അതിരപുടങ്ങളിൽ നിന്ന് തന്നെയാണ് ഞാൻ ഗ്രഹിച്ചത്. അദ്ദേഹം എന്നോട് വ്യക്തിപരമായ നിലയിൽ ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് പണം കിട്ടിയാൽ പുസ്തകങ്ങൾ അച്ചടിക്കണം. അതുകൊണ്ടാണ് ഞാൻ പുസ്തകം എവിടെ എന്നിങ്ങനെ തിടുക്കം കൂട്ടുന്നത്. അതുകൊണ്ട് ദയവായി സഹകരിക്കുക. അതാണ് എന്റെ അഭ്യർത്ഥന. കഴിയുന്നിടത്തോളം ഭാഷകളിൽ കഴിയുന്നത്ര കൂടുതൽ പുസ്തകങ്ങൾ അച്ചടിച്ച് ലോകമെമ്പാടും വിതരണം ചെയ്യുക. അപ്പോൾ കൃഷ്ണ അവബോധ പ്രസ്ഥാനം തനിയെ വളർന്നുകൊള്ളും.